പരാജയപ്പെട്ടവർ സാധാരണയായി പറയുന്ന കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഒന്ന് നോക്കാം. എനിക്ക് മാത്രം സമയം ശരിയല്ല. നമ്മളൊക്കെ അങ്ങനെ പറയാറില്ലേ? ഞാനും പറയാറുണ്ട്. ഞാൻ മാവ് വിൽക്കാൻ പോയാൽ കാറ്റ് വീശുന്നു, ഉപ്പ് വിൽക്കാൻ പോയാൽ മഴ പെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ റീസൺസ് പറഞ്ഞ്, ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ പഴി പറഞ്ഞുകൊണ്ടേ കാരണങ്ങളെ നമ്മുടെ പരാജയത്തിൻ്റെ കാരണമാക്കിയെടുക്കും. നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ലോകം നിങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ എറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ മടിക്കുന്നത്? നമ്മൾക്ക് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളതിനെ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. കഠിനമായ ചില സന്ദർഭങ്ങൾ സത്യം പറഞ്ഞാൽ ശാപങ്ങളല്ല, നമുക്ക് ലഭിക്കുന്ന വരങ്ങളാണ്. നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അതിൽ അടുത്തടുത്ത് ചലച്ചിത്ര ഭാഗങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വന്നുകൊണ്ടിരുന്നാൽ ആ സിനിമ നമ്മൾ ആസ്വദിക്കുമോ? അതോ ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമോ? അപ്പം അപ്രതീക്ഷിത സംഭവങ്ങളാണല്ലോ ഒരു ജീവിതത്തെ രസമുള്ളതാക്കുന്നത്. സിനിമയെ ഉള്ളതാക്കുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സിനിമയെ കടന്നു വരുമ്പോഴാണ് അത് രസമുള്ളതാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴാണ് അതും രസമുള്ളതായി മാറുന്നത്. അവിടെ ഒരു കഥ ഞാൻ പറയാം. ഒരു കർഷകൻ ദൈവത്തോട് ഒരിക്കൽ വഴക്കിട്ടു. അങ്ങേര് ദൈവത്തോട് നല്ല കാര്യമായിട്ടാണ് വഴക്കിട്ടിരിക്കുന്നത്. കേട്ടു നോക്കാം. അങ്ങേക്ക് കൃഷിയെപ്പറ്റി എന്തറിയാം? തോന്നുമ്പോൾ മഴ പെയ്യിക്കുന്നു, ആ സമയത്ത് കാറ്റ് വീശിക്കുന്നു, വലിയ ശല്യമായിരിക്കുകയാണ് അങ്ങ്. ആ ജോലികളൊക്കെ ഒരു കർഷകനെ ഏൽപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞു. അപ്പം കർഷകൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാം, പുള്ളി അതൊക്കെ ചെയ്തോളാം എന്നാണ് ദൈവത്തോട് പറഞ്ഞത്. ദൈവം ഉടൻ തന്നെ, ഓഹോ അങ്ങനെയാണോ, എന്നാൽ ശരി, ഇന്നു മുതൽ കാറ്റ്, മഴ എന്നിവയെല്ലാം നിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. കർഷകന് വളരെ സന്തോഷമായി. അടുത്ത കൃഷി ഇറക്കേണ്ട സമയമെത്തിയപ്പോൾ കർഷകൻ മഴയോട് പറഞ്ഞു, മഴയെ പെയ്യുക. മഴ പെയ്തു. അപ്പോൾ കർഷകന് തോന്നി ഇത്ര മഴ പെയ്താൽ മതി എന്ന് തോന്നിയപ്പോൾ മഴ പെയ്തത് മതി എന്ന് പറഞ്ഞു. മഴ തോർന്നു. ഈർപ്പമുള്ള നിലത്തിൽ ഉഴുതുമറിച്ച് ആവശ്യമുള്ളത്ര വേഗതയിൽ കാറ്റ് വീശിപ്പിച്ച് വിത്തുകൾ അങ്ങോട്ട് പാകി കൊടുത്തു. മഴയും വെയിലും കാറ്റും ആ കർഷകൻ്റെ വരുതിയിൽ നിന്നു. ചെടികൾ വളർന്ന് കൃഷിസ്ഥലം കാണാൻ മനോഹരമായി തീർന്നു. നല്ല ഭംഗിയുള്ള കൃഷിസ്ഥലമല്ലേ, കാറ്റടിച്ച് ഒടിഞ്ഞു പോയിട്ടില്ല, മഴ വന്ന് വെള്ളത്തിനടിയിലായിട്ടില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൊയ്ത്തുകാലം വന്നണഞ്ഞു. കർഷകൻ ഒരു നെൽക്കതിർ കൊയ്തെടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ചു നോക്കി. അതിനകത്ത് ധാന്യമുണ്ടായിരുന്നില്ല. മറ്റൊരു കതിരെടുത്ത് നോക്കി, അതിലും ധാന്യമുണ്ടായിരുന്നില്ല. ഓരോന്നെടുത്ത് നോക്കിയപ്പോൾ ഒന്നിലും ധാന്യമുണ്ടായിരുന്നില്ല. അയാൾക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോൾ ദൈവത്തോട് അടുത്ത ആക്ഷേപമായി, ഹേ ദൈവമേ, മഴ, വെയിൽ, കാറ്റ് എല്ലാം ശരിയായ അനുപാതത്തിലായിരുന്നല്ലോ ഞാൻ ഉപയോഗിച്ചിരുന്നത്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ കൃഷി നശിച്ചത് എന്ന് ചോദിച്ചു. ദൈവം ഒന്ന് മന്ദഹസിച്ചിട്ട് പറഞ്ഞു, എൻ്റെ നിയന്ത്രണത്തിലിരുന്നപ്പോൾ കാറ്റു വേഗതയോടുകൂടി വീശുമ്പോൾ അമ്മയെ ഇറുകി പിടിക്കുന്ന കുഞ്ഞിനെ പോലെ സസ്യങ്ങൾ ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുകളെ ആഴത്തിലിറക്കും. മഴ കുറയുമ്പോൾ ജലം അന്വേഷിച്ച് വേരുകൾ നാനാവശങ്ങളിലേക്കും പടരും. പോരാട്ടമുണ്ടെങ്കിലേ സസ്യങ്ങൾ തങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ശക്തിയോടെ വളരുകയുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ നിൻ്റെ സസ്യങ്ങൾ മടിയന്മാരായിപ്പോയി. സമൃദ്ധിയായി വളർന്നുവെങ്കിലും ധാന്യമണികൾ നൽകുവാൻ അവയ്ക്കായില്ല. ദൈവത്തിൻ്റെ മറുപടി ഇതായിരുന്നു. അതായത് പ്രശ്നങ്ങളെയൊക്കെ കൊടുത്താലേ കറക്റ്റായിട്ടുള്ള ആ ഒരു വിളവ് കിട്ടുകയുള്ളൂ. നിൻ്റെ മഴയും കാറ്റും ഒന്നും എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് കർഷകൻ അവയെ ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ കർഷകന് മനസ്സിലായി, ഒരബദ്ധം പറ്റിയപ്പം കർഷകൻ കാര്യം മനസ്സിലാക്കി, അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അതെ, ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ശൂന്യത വേറെയില്ല. പ്രശ്നങ്ങൾ നമ്മളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴായിരിക്കും നമ്മളുടെ കഴിവുകളും സാമർഥ്യവും കൂടുതൽ വെളിയിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരെയും ഒരു മനുഷ്യ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയുള്ളൂ. ഇരുട്ടെന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ വൈദ്യുതിയെ കണ്ടുപിടിക്കാനായിട്ട് മനുഷ്യൻ പ്രയത്നിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ വൈദ്യുതി കണ്ടുപിടിച്ചത്.
യാത്ര എന്നൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കൂടുതൽ സമയമെടുക്കുന്നു, നടന്നു പോകാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ ഗതാഗതത്തിനായി വാഹനങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. ഓരോരുത്തരുടെയും ഐഡിയയ്ക്കനുസരിച്ച് കാളവണ്ടി, ഉന്തുവണ്ടി, അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരെ ഇന്നെത്തി നിൽക്കുകയാണ് കാലം. ദൂരെയുള്ളവരോട് ബന്ധപ്പെടുക എന്നത് പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പണ്ടൊക്കെ ലെറ്റർ എഴുതി ഇങ്ങനെ അയച്ച് ദിവസങ്ങൾ കാത്തിരുന്ന്, അതല്ലെങ്കിൽ ഒരാൾ പോയി അവിടെ വിവരം അറിയിച്ചൊക്കെ തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ടെലിഫോൺ എന്നത് കണ്ടുപിടിക്കുക. ഇന്ന് അത് 5G കാലഘട്ടത്തിൽ AIയിലേക്ക് മാറിയിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എത്തപ്പെട്ടു. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ബുദ്ധിയുടെ കഴിവ് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഒരു കാര്യവും സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നും പോയി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്ന് വരുമ്പം നമ്മുടെ കഴിവുകളെയും നമ്മുടെ ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കുകയില്ല. പരാജയങ്ങളിൽ പതറിപ്പോകാതെ ജീവിതത്തിൽ മുൻപോട്ട് കുതിക്കാമെന്ന പ്രതീക്ഷയോടെ ഓരോ പ്രശ്നങ്ങളെയും ഓരോ പരാജയങ്ങളെയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നയിക്കുന്ന ഓരോ വഴികളായിട്ട്, ഓരോ മാർഗങ്ങളായിട്ട് കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ചെടികൾ, സസ്യങ്ങൾ ആഴത്തിൽ വേരൂന്നി ജലവും വളവും എല്ലാം വലിച്ചെടുക്കുന്നത് പോലെ, ശക്തരാകുന്നത് പോലെ, നല്ല ധാന്യമണികളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരുത്താർജിച്ചുകൊണ്ട് നമുക്കും നല്ല നെൽക്കതിരുകളായിട്ട് മുന്നോട്ട് കുതിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. സ്നേഹത്തോടെ, റൂബി ഫ്ലോറ. താങ്ക് യു.